ഡിയർ സ്റ്റുഡൻസ്, യൂണിറ്റ് 7-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം ഒരു ടേബിളാണ് ടീച്ചർ തന്നിരിക്കുന്നത്. സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 10 മീറ്ററും സെൻറ്റിമീറ്റർ ആണെങ്കിൽ 100, മീറ്ററും മില്ലിമീറ്റർ ആണെങ്കിൽ 1000, കിലോഗ്രാം ടു ഗ്രാം ആണെങ്കിൽ 1000, ലിറ്റർ ടു മില്ലി ലിറ്റർ ആണെങ്കിൽ 1000. അതുപോലെ തന്നെയാണ് തിരിച്ചും. ഓക്കെ, അപ്പോൾ വലുതിൽ നിന്ന് നമ്മൾ ചെറുതിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് എഴുതണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കിലോഗ്രാം ഗ്രാമിലേക്ക് മാറ്റാണ് നമ്മൾ. 5 കിലോഗ്രാം ഗ്രാമിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യുക? 5 × 1000 ചെയ്യേണ്ടി വരും. ഇനി അടുത്ത ടേബിൾ നോക്കിയേ. മില്ലിമീറ്റർ മീറ്ററിലേക്ക് ആക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? 8 മില്ലിമീറ്റർ മീറ്ററിലേക്ക് ആക്കണം. ഇവിടെ മില്ലിമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ യൂണിറ്റ് ആണ് അല്ലേ? അപ്പോൾ സ്മോൾ യൂണിറ്റിൽ നിന്ന് ബിഗ് യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 8/1000 മീറ്റർ എന്ന് എഴുതേണ്ടി വരും. നമുക്ക് ഈ ടേബിൾ കണ്ടാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റർ. അപ്പോൾ അത് സെൻറ്റിമീറ്ററിലേക്ക് ഫ്രാക്ഷനാക്കി മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 2 അവിടെ തന്നെ വെക്കുക. മില്ലിമീറ്റർ മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ചെറുതിനെ എങ്ങനെ വലുതിലേക്ക് മാറ്റുക? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മില്ലിമീറ്ററും സെൻറ്റിമീറ്ററും തമ്മിലുള്ള ഗ്യാപ്പ് 10. അപ്പോൾ 2 അങ്ങനെ തന്നെ വെച്ചിട്ട് 3/10. 3/10 സെൻറ്റിമീറ്റർ. ഇങ്ങനെ ഡെസിമൽ പോയിന്റിൽ എഴുതാം. നമുക്ക് 10 ആണുള്ളത്. അപ്പോൾ 2.3 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 7 മില്ലിമീറ്റർ. അപ്പോൾ അത് ചെറുതാണ്. ചെറുതിന് വലുതിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ 7/10 സെൻറ്റിമീറ്റർ. തേർഡ് വൺ മീറ്ററും മില്ലിമീറ്ററും ഉണ്ട്. അത് മീറ്ററിലേക്കാണ് മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്. ഫ്രാക്ഷൻ ആയിട്ടും ഡെസിമലായിട്ടും. അതെങ്ങനെയാണ് മാറ്റാം? 823/1000 അല്ല, 823/1000 മീറ്റർ. ഡെസിമൽ പോയിന്റിലേക്ക് എങ്ങനെ മാറ്റാം? നമുക്കറിയാം 1000 ആണുള്ളത്. പോയിന്റ് കഴിഞ്ഞിട്ട് 3 അക്കം വേണം. പക്ഷേ അവിടെ 23 എന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 0 എഴുതി വേണം 23 എന്ന് എഴുതാൻ. സോ 8.023 മീറ്റർ. ഓക്കെ, ഇനി അവസാനത്തെ നോക്കിയേ. 66 മില്ലി ലിറ്റർ. ലിറ്ററിലേക്ക് മാറ്റണം. പോരാത്തതിന് ഫ്രാക്ഷൻ ആയിട്ടാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 66 ഡിവൈഡ് ആണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ 66/1000 ലിറ്റർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഡെസിമലിൽ എഴുതുക? പോയിന്റ് കഴിഞ്ഞിട്ട് 3 അക്കം വേണം. 0.066 ലിറ്റർ. നന്നായി പഠിക്കുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. 0.44 മീറ്ററിന് നമ്മൾ ഫ്രാക്ഷനായിട്ട് അത് എഴുതണം. അപ്പം നമുക്കറിയാം ഇവിടെ മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് 44 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഉള്ളത് അല്ലേ? മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 സെൻറ്റിമീറ്റർ ആയാലാണ് ഒരു മീറ്റർ ആവുക. അപ്പോൾ ഇവിടെ 0 പോയിൻ്റ് എന്നുള്ളത് ഒരു 1 പോയിൻ്റ് പോലും അല്ല. 0.44 എന്ന് പറഞ്ഞാൽ അവിടെ 44 സെൻറ്റിമീറ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഫ്രാക്ഷനിൽ എഴുതാം? 44 ഡിവൈഡഡ് ബൈ 100 മീറ്റർ. നമുക്കറിയാം മീറ്ററിനും സെൻറ്റിമീറ്ററിനും തമ്മിലുള്ള ഗ്യാപ്പ് 100 എന്നറിയാം. പോരാത്തതിന് ഇത് സെൻറ്റിമീറ്റർ തികഞ്ഞിട്ടുള്ളൂ. 44 സെൻറ്റിമീറ്റർ ഉള്ളൂ. അതുകൊണ്ടാണ് 0.44 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 44/100 മീറ്റർ. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു മീറ്റർ തികഞ്ഞുണ്ടോ? ഇല്ല, ഒരു മീറ്റർ പോലും ഇല്ല. അപ്പോൾ എങ്ങനെയത്? എത്ര സെൻറ്റിമീറ്റർ അവിടെ ഉള്ളത്? 44 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. അത് മനസ്സിലാക്കണം. ഓക്കെ, ഒരു മീറ്ററിന് പോലുള്ളത് തികഞ്ഞിട്ടില്ല. സോ ഇത് 44/100 ഫ്രാക്ഷനും 44 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയാലോ. റൈറ്റ് 4.87 കിലോഗ്രാം ഇൻ ഫ്രാക്ഷണൽ ഫോം. അപ്പോൾ അവിടെ കിലോഗ്രാം ഉണ്ട്. എത്രയത്? 4 കിലോഗ്രാം ആണുള്ളത്. ബാക്കി പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് ഗ്രാമാണ്. 875 എന്ന് പറയുന്നത് ഗ്രാംസ് ആണ് അല്ലേ? അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഫ്രാക്ഷനിൽ എഴുതാം? 875/1000 കിലോഗ്രാം. ഓക്കെ, പോയിന്റ് കഴിഞ്ഞിട്ട് 3 അക്കാണെങ്കിൽ by1000. ഇനി അപ്പോൾ ഇതിൽ മനസ്സിലായി കിലോഗ്രാം എത്ര ഉള്ളത്? 4. അപ്പം 4 കിലോഗ്രാമും 875 ഗ്രാമാണുള്ളത്. ഇനി ഇതൊക്കെ ഗ്രാമിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ ഗ്രാമിലേക്ക് മാറ്റാമെന്ന് അറിയാം അല്ലേ? ഓൾറെഡി ഗ്രാം തന്നിട്ടുണ്ട്. പോരാത്തിന് അതിൻ്റെ കൂടെ 4 കിലോഗ്രാമും ഉണ്ട്. അപ്പോൾ കിലോഗ്രാമിൽ നിന്ന് ഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പോൾ into/1000 അല്ലേ? മൾട്ടിപ്ലൈ ബൈ 1000. സോ 4 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 4000 ഗ്രാം. ഓൾറെഡി 875 ഉണ്ട്. അപ്പോൾ 4000 ഗ്രാം പ്ലസ് 875 ഗ്രാം. സോ ദ ആൻസർ വിൽ ബി 4875 ഗ്രാം. അപ്പോൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതണം. ഈസി അല്ലേ?